മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് സുമലത. രാഷ്ട്രീയം വിട്ടിട്ടില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് താങ്ങാകാൻ വേണ്ടി ബിജെപിയിൽ ചേരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് താരം. ഇത്തവണ മത്സരിക്കുന്നില്ല, സ്വതന്ത്രയായി മത്സരിക്കില്ല. ബിജെപി ജെഡിഎസ് സഖ്യ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. കോൺഗ്രസ് പാർട്ടിയിൽ ചേരില്ല. എന്നാൽ രാഷ്ട്രീയം വിട്ടിട്ടില്ല. രാജ്യത്തിനായുള്ള മോദിയുടെ സ്വപ്നത്തിന് പിന്തുണയായി ഇന്ന് നമ്മൾ നിൽക്കണം. കർണാടകത്തിലെ മാണ്ടിയിൽ സംഘടിപ്പിച്ച പ്രവർത്തകരുടെ യോഗത്തിൽ സുമലത പറഞ്ഞ വാക്കുകളാണിത്. MP സീറ്റ് ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചതായി സുമലത അറിയിച്ചു. MP സ്ഥാനം ശാശ്വതമല്ല. ഇന്ന് ഞാൻ, നാളെ മറ്റൊരാൾ MP ആയി വരും. പക്ഷെ അവസാനം വരെ ഞാൻ മാണ്ടിയുടെ മരുമകളായിരിക്കും. മാറിയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഏപ്രിൽ 6-ന് ബിജെപിയിൽ ചേരും. രാജ്യത്തിന്റെ ഭാവി നയിക്കാൻ പ്രധാനമന്ത്രി മോദിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവാണ് മോദി. സ്വാർത്ഥ രാഷ്ട്രീയം മോദിയുടെ ഇടയിലില്ല. മാണ്ഡ്യ ജില്ലയിൽ സ്വതന്ത്ര MP ആയി പ്രവർത്തിക്കാൻ ഗ്രാന്റ് അനുവദിക്കാൻ BJP സർക്കാർ തന്നെ സഹായിച്ചുവെന്നും സുമലത പറയുന്നു. അതിനാൽ വരും ദിവസങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഏപ്രിൽ 6-ന് ബിജെപിയിൽ ചേരും എന്നാണ് സുമലതയുടെ വാക്കുകൾ. 2019-ൽ മാണ്ടിയിൽ നിന്ന് 1.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സുമലത അംബരീഷ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭർത്താവും മുൻ MPയും കന്നഡ നടനുമായ അംബരീഷിന്റെ മരണത്തെ തുടർന്നായിരുന്നു സുമലത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ അന്ന് കോൺഗ്രസ് ടിക്കറ്റ് ചോദിച്ചിരുന്നു എങ്കിലും കർണാടകയിൽ JDSുമായി സഖ്യമുള്ളതിനാൽ ടിക്കറ്റ് നൽകാനായില്ല. മണ്ഡലത്തിൽ HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയായിരുന്നു സുമലതയുടെ എതിരാളി. BJPയും കോൺഗ്രസും നിഖിലിനെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയതോടെ കന്നിയംഗം സുമലത തൂത്തുവാരി ജയിക്കുകയായിരുന്നു. ഇത്തവണ BJP ടിക്കറ്റ് കാത്തിരുന്ന സുമലതയുടെ മുന്നിൽ തടസ്സമായത് BJP JDS കൂട്ടുകെട്ടാണ്. 2019-ൽ തന്നെ സഹായിച്ച BJP 2023-ൽ താൻ തിരികെ സഹായിച്ചു. ഇനിയും മോദിക്ക് പിന്തുണയുണ്ടാകും. JDS BJP സഖ്യത്തിനും പിന്തുണ എന്ന് സുമലത പറഞ്ഞു. മാണ്ഡ്യയിൽ അനുയായികളുടെ യോഗത്തിലാണ് സുമലതയുടെ പ്രഖ്യാപനം. 2019-ൽ മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്ര MP ആയി തിരഞ്ഞെടുക്കുകയായിരുന്നു. MPയും കന്നഡ സിനിമാ താരവുമായിരുന്ന ഭർത്താവ് അംബരീഷിന്റെ മരണത്തിന് പിന്നാലെയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ്. JDSന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ JDS നേതാവായ കുമാരസ്വാമിയുടെ മകൻ നിഖിലായിരുന്നു അന്ന് മണ്ഡലത്തിൽ എല്ലാവരുടെയും മുഖ്യ എതിരാളി. നിഖിലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് മണ്ഡലത്തിൽ നിന്നതോടെ അത് സുമലതയുടെ വിജയത്തിന് വഴിയൊരുക്കി. ഇക്കുറി BJP സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും JDS BJP സഖ്യം സുമലതയ്ക്ക് തിരിച്ചടിയായി. എങ്കിലും BJPക്കൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുമലത. ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിടുന്നവരെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. എന്നാൽ എനിക്ക് സീറ്റ് നിഷേധിച്ച BJPയിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്ന് സുമലത പറയുമ്പോൾ അത് ഒരു നല്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷണമാണ്. നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തിനൊപ്പം തനിക്ക് നിൽക്കണം. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത, അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് മോദിയെന്നും സുമലത പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ BJP ദേശീയ നേതാക്കൾ മാണ്ഡ്യ നഷ്ടമായതിൽ തന്നെ സമാധാനിപ്പിച്ചു. അവരുടെ വാക്കുകൾ കേട്ടതിനാലാണ് വീണ്ടും മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങണ്ട എന്ന് വെച്ചത്. കോൺഗ്രസ് തന്നെ വേണ്ട എന്ന് നേരത്തെ പറഞ്ഞതിനാൽ ആ വഴിക്ക് പോയതുമില്ല എന്ന് സുമലത പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.